ഹായ്, അങ്ങനെ കേരള ടു ലഡാക്ക് യാത്രയിൽ ഗോവയുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞു. ഗോവയിലെ സ്ഥലങ്ങളൊക്കെ കറങ്ങിയതിന് ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ അംബോലിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ അമ്പോലിക്കെട്ടിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു നല്ല സൂപ്പർ ഒരു വാട്ടർഫോൾ ഉണ്ട്. ബട്ട് ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വാട്ടർഫോള് കാണാൻ പറ്റില്ല. നല്ല മഴക്കാലം ആയി കഴിഞ്ഞാൽ മൺസൂൺ ടൈമിലൊക്കെ അത് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലേസാണത്. നിങ്ങൾ ജൂലൈ മന്തിനൊക്കെ ശേഷമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അങ്ങനെ കേരളത്തിൽ നിന്ന് ഞങ്ങളൊരു 25 ബൈക്ക് ഒരു 31 പേരായിട്ട് തുടങ്ങിയ മെയ് 15 തുടങ്ങിയ ട്രിപ്പാണിത്. കേരളത്തിൽ നിന്ന് യാത്ര തുടങ്ങി നിലമ്പൂരിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. അവിടെ നിന്ന് ഞങ്ങൾ കർണാടക, ഗോവ അതെല്ലാം ഇപ്പോൾ കടന്നിപ്പോൾ എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. കേരളത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തുടങ്ങിയുള്ള ബാക്കി കർണാടകയിലെ വിശേഷങ്ങൾ, ഗോവയിലെ വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ രാത്രി നമ്മൾ അമ്പോലിയിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത്. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളിവിടുന്ന് മഹാരാഷ്ട്രയിൽ തന്നെ മറ്റൊരു പ്ലേസ് ആയിട്ടുള്ള അഹമ്മദ് നഗറിലേക്കാണ് പോകുന്നത്. അഹമ്മദ് നഗറിലാണ് നമുക്ക് നൈറ്റ് സ്റ്റേ. ഈ അമ്പോലിയിൽ നിന്ന് അഹമ്മദ് നഗർ വരെ ഏകദേശം ഒരു 450 കിലോമീറ്ററോളം ഉണ്ട്. നമുക്ക് എന്തായാലും രാവിലെ തന്നെ ഇറങ്ങണം. അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങി എന്തായാലും അഹമ്മദ് എത്തുമ്പോൾ എന്തായാലും രാത്രിയാകും. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ സ്ഥലങ്ങൾ കാണുന്നത് മാത്രമല്ല അവിടുത്തെ ഫുഡും നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ഇത് ഇത് മിസൽ പാവ് എന്ന് പറഞ്ഞ ഡിഷാണ്. അഹമ്മദ് നഗറിൽ നിന്ന് നമ്മൾ അടുത്ത ദിവസം എത്തിയത് ഔറംഗാബാദിലേക്കാണ്. മഹാരാഷ്ട്രയിലെ തന്നെ ഔറംഗാബാദിലേക്കാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എലോറ കേവ്സിലേക്കാണ്. 1983 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലോറ കേവ്സ്. ശരിക്കും ഈ എല്ലോറ കേവ്സ് ഒക്കെ കാണാൻ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൈം ജൂൺ ടു സെപ്റ്റംബർ മൺസൂൺ സീസൺ ആണ്. കാരണം നല്ല ഒരു പച്ചപ്പ് നിറഞ്ഞൊരു ലൊക്കേഷൻ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ആ വെള്ളച്ചാട്ടങ്ങൾ സ്ട്രീംസ് കാണാൻ പറ്റും. അത് കാണാനും നല്ല ഭംഗിയാണ് അത്. പിന്നെ ഈ എല്ലോറ കേവ്സ് ഒക്കെ കാണാൻ വരുന്നവർ മിനിമം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കയ്യിൽ കരുതിയിട്ട് വേണം വരാൻ വേണ്ടി. കാരണം നല്ല രീതിയിൽ തന്നെ നടന്ന് കാണാനുണ്ട്. പക്ഷെ വെറുതെ ഈ ചരനാന്ദ്രി ഹിൽസ് എന്ന് പറഞ്ഞൊരു മലയുടെ ഇതിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ് ഈ എല്ലോറ കേവ്സ്. ഇതിനകത്ത് തന്നെ ഒരു 34 മൊണാസ്ട്രിയും പിന്നെ കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട്. അത് ബുദ്ധിസത്തിനെയും ഹിന്ദുസത്തിനെയും ജൈനിസത്തിനെയൊക്കെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മിതികളൊക്കെ ഉള്ളത്. ഈ എല്ലോറ കേവ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗൈഡിൻ്റെയൊക്കെ സർവീസ് അവൈലബിൾ ആണ്.
റിസർവ് ബാങ്ക് ഇറക്കിയിരിക്കുന്ന പുതിയ 20 രൂപയുടെ നോട്ടിലുള്ള ആ സ്തൂപം അത് എല്ലോറ കേവ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യക്കാർ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട കുറേ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ എല്ലോറ കേവ്സ്. ഇവിടെ എല്ലോറ കേവ്സിൻ്റെ ഇവിടെ തന്നെ കുറേ ഗുഹകളുണ്ട്. അതിൽ 16 നമ്പർ ഗുഹയിലാണ് ഒരു കൈലാസ ടെമ്പിൾ ഉണ്ട്. അത് നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അതെല്ലാം. എല്ലോറ കേവ്സ് കാണാനുള്ള സമയം വരുന്നത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവധിയായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വരിക. അങ്ങനെ എല്ലോറ കേവ്സ് എല്ലാം കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ പോയത് ദേവഗിരി ഫോർട്ടിലേക്കാണ്. നമ്മൾ പോകുന്ന ഓരോ സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ എന്നെ പോലെ തന്നെ ഈ പുതിയ സ്ഥലങ്ങൾ കാണണം, ലഡാക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ചെറിയൊരു വിവരണം മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോസിലെല്ലാം. അങ്ങനെ ഔറംഗാബാദിലെ എലോറ കേവ്സും ദേവഗിരി ഫോർട്ടും എല്ലാം കണ്ടിട്ട് ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ത്രംബകേശ്വറാണ്. ത്രംബകേശ്വറിൽ നമുക്ക് ഹരിഹർ ഫോർട്ട് കയറാനുണ്ട്. അത് നല്ലൊരു ട്രെക്കിംഗ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക.